ഓക്കെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഈ ബേസിസ് അത്രയും കിട്ടിയില്ലായിരുന്നു, ക്ലിയർ അല്ലായിരുന്നു. അപ്പം നമുക്ക് നോക്കാം സ്പാനിങ് സെറ്റ് വെച്ചിട്ട് ബേസിസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് വി ഒരു വെക്ടർ സ്പേസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ബി ഓഫ് വി ഈസ് സെറ്റ് ടു ബി എ ബേസിസ് ഫോർ വി ഇഫ് ബി സ്പാൻസ് വി ഓർ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് വി. സെക്കൻഡ് വൺ, ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ വി. ഓക്കെ, നമ്മൾ നോക്കാം. നമുക്കത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. Example 22. Show that the infinite set 1x, x square, etc., x raised to n, etc. is a basis for P of x or the vector space of polynomial over a field or field F. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ വിട്ടുപോയി. ഇതെന്ന് വെച്ചാൽ നോക്കാം. An infinite set of vectors S is equal to x1, x2, etc. is said to be linearly independent if every finite subset of S is linearly independent. അപ്പോൾ അതായത് നമ്മൾ ഒരു ഫൈനൈറ്റ് സെറ്റ് ലീനിയർലി, അതായത് x1, x2, etc. xn വരെയുള്ള ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കൊടുത്താൽ അതിന്റെ സ്കെയിലേഴ്സ് എല്ലാം 0 ആകണം, അല്ലേ? ഇനി ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിലോ, അതായത് നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര എലമെന്റ്സ് ഉള്ള സെറ്റ്, x1, x2, etc. എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു സെറ്റ്, അത് ഇൻഡിപെൻഡന്റ് ആണോ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം ആ എലമെന്റ്സ് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ സെറ്റിന്റെ ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് എടുക്കുക. ഇതിന്റെ ഒരു സബ്സെറ്റ് എടുത്തിട്ട് അത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ x1, x2, etc. ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ഒരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിലെ എലമെന്റ്സ് കൊണ്ട് ഫോം ചെയ്യുന്ന സെറ്റ്. ദെൻ x1, x2, etc. xn ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്, x1 ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്, x1, x2 ഒരു ഫൈനൈറ്റ് സെറ്റ്, x1, x2, x3 ഒരു ഫൈനൈറ്റ് സെറ്റ്. അങ്ങനെ ഏതെങ്കിലും സെറ്റ് എടുത്തിട്ട് അത് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അടുത്തത് ഇഫ് ദ സെറ്റ് ഈസ് നോട്ട്, അങ്ങനെ എടുക്കുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഇൻഫിനിറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, അതായത് ഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എക്സാമ്പിൾ 22 നോക്കാം. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടുള്ളത് ഷോ ദാറ്റ് ദ ഇൻഫിനിറ്റ് സെറ്റ്, ഈ പി ഓഫ് എക്സ് ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. നേരത്തെ നമ്മൾ എടുത്തത് പി എൻ ഓഫ് എക്സ് ആണ്, അതായത് അറ്റ്മോസ്റ്റ് nth ഡിഗ്രി വരെ വരുന്ന പോളിനോമിയലിന്റെ സെറ്റ്. ഇതെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ആണ്, ഡിഗ്രി അങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ആ സെറ്റ്. അപ്പം അതിന്റെ ഒരു ബേസിസ് ആണ് 1x, x square, etc., x raised to n, etc. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് ബേസിസ് ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടുള്ളത്. അപ്പം ഈ ഒരു 1x, x square, etc., xn, etc. എന്ന് പറയുന്ന ഈ സെറ്റ് ബേസിസ് ആണോ എന്ന് നോക്കണം. അപ്പൊ ബേസിസ് ആണെങ്കിൽ എന്തൊക്കെ അറിയണം? സ്പാനിങ് സെറ്റ് ആവണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകണം. നോക്കിയേ, ഇത് സ്പാൻസ് പി ഓഫ് എക്സ് ആണ്. കാരണം നമുക്ക് ഇതിലെ ഏതൊരു പോളിനോമിയലിനെ നമുക്ക് ഈ എലമെന്റ്സിന്റെ എന്തായിട്ട് എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? അത് as any polynomial can be expressed as a finite linear combination of elements from the set. അപ്പം ഏതൊരു പോളിനോമിയലിന്, ഏതൊരു ഇക്വേഷൻ എലമെന്റിന്റെയും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ലേ? അപ്പൊ നോക്കിക്കേ, ഇപ്പം 3x square ഈ സെറ്റിനകത്തുള്ളതാണെങ്കിൽ ഇതിനെ നമുക്ക് വെക്ടർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്? 0, 1 പ്ലസ് 0x പ്ലസ് 3x square. അങ്ങനെ ഏതൊന്നും എടുത്താലും നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. therefore ഈ സെറ്റ് എന്ത് സ്പാൻസ് പി ഓഫ് എക്സിനെ സ്പാൻ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ത് നോക്കണം? ഇൻഡിപെൻഡൻസ് നോക്കണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന്. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്, നമ്മൾ എന്താ എടുത്താൽ മതി? ഇതിന്റെ ഒരു ഫൈനൈറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 1x, x square, etc., x raised to n എന്ന് പറയുന്നത് എടുത്തു. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തുമായിരുന്നു. പി എൻ ഓഫ് എക്സിന്റെ പോളിനോമിയലി ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ചെയ്തായിരുന്നു. അപ്പം അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ 1x, x square, etc., x raised to n എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ബേസിസ് ആണെന്ന് കിട്ടി, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്നും കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? ഈ 1x, etc., x raised to n, etc. എന്ന് പറയുന്നത് ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് explain why f defined by f of x, x square plus 1 divided by x square plus 5x plus 6 is a vector in C of 0, 100 but not in a vector of C of minus 100, 0. അതായത് ഈ ഒരു വെക്റ്റർ എന്ന് പറയുന്നത് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
C01 ക്ലോസ്ഡ്, അതായത് കണ്ടിന്യൂസ് ഇന്റർവെൽ ആണ്. അതായത് 0 മുതൽ 100 വരെ ഈ എലമെന്റ്സ്, ഈ എക്സ് 0യും 100 വരെയുള്ള എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യും. അടുത്തത് നോട്ട് ഇൻ വെക്റ്റർ, ഈ എക്സ് എന്ന് പറയുന്നത് -100 മുതൽ 0 വരെയുള്ള വെക്റ്റർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തു, x² + 1 ഡിവൈഡഡ് ബൈ x² + 5x + 6. ഇതിനെ എങ്ങനെ എഴുതാം? ഡിനോമിനേറ്ററിനെ മാറ്റി നമുക്ക് x + 2 × x + 3 എന്ന് എഴുതാം. അത് മീൻ ചെയ്യുന്നത് ഈ എക്സിന് -2 കൊടുത്തേ, എക്സിന് -2 ആകുമ്പോൾ എന്താവും? ഡിനോമിനേറ്റർ 0 ആകും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തല്ല? ഡിഫൈൻഡ് അല്ല അല്ലേ? കാരണം ഡിനോമിനേറ്റർ 0 വരുന്ന ഒരു വാല്യൂ നമുക്കറിയില്ല, അത് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഏതൊരു നമ്പർ ആയാലും ഏതൊരു വാല്യൂ ആയാലും ഡിവൈഡഡ് ബൈ 0 നമ്മൾ പറയില്ല. എപ്പോഴും ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പം ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് x = -2ലും പിന്നെ ഏതാ ഡിനോമിനേറ്റർ 0 വരുന്ന x = -3യും. അപ്പോൾ x = -2ഉം x = -3 ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഈ x = -2ഉം x = -3യും വരുന്നത് എവിടാ? ഇവിടാണ്. ഇവിടെ വരത്തില്ലല്ലോ, ഇവിടെ 0 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ആണ്, അതിൽ വരില്ല. പിന്നെ ഡിഫൈൻഡ് അല്ലാത്ത എവിടെ വരുന്നത്? ഇവിടെ വരും. -100 മുതൽ 0 വരെ. ഈ -100 മുതൽ 0 വരുന്നതിനുള്ള ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് -2 -3. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് നോട്ട് എ വെക്റ്റർ ഇൻ C of -0 100. -0 0ക്കകത്തുള്ള ഒരു പോയിന്റ് അല്ല എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് നമ്മൾ പഠിച്ചായിരുന്നു. എ വെക്ടർ സ്പേസ് V ഓൺ വിച്ച് എ ഡോട്ട് ഓർ ഇന്നർ പ്രോഡക്റ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഈസ് കോൾഡ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് അല്ലേ? ഇനി an inner product for the vector space C of AB continuous closed AB is given by. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് C of AB യിലെ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ Rnലെയും Rലെയും ഒക്കെ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡോട്ട് പ്രോഡക്റ്റ് ആയിരുന്നു അല്ലേ? ഇനി C of AB യിലെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ given by f, g is equal to integral a to b f of x into g of x dx ആണ്. ക്ലിയർ ആയോ? C of AB ആണ് തരുന്നതെങ്കിൽ അവിടുത്തെ ഇന്നർ പ്രോഡക്റ്റ് fg equal to integral a to b f of x into g of x dx ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കമ്പ്യൂട്ട് x cos x in C of 0 to pi. അപ്പം x cos x കണ്ടുപിടിക്കണം. എവിടുത്തെ? 0 to pi. fg ആണെങ്കിൽ fg എന്ന് വെച്ചാൽ fg in C of AB യിലെ fg എന്ന് വെച്ചാൽ ഇന്റഗ്രൽ a to b f of x g of x dx. അങ്ങനെയാണെങ്കിൽ x cos x എന്താ? x cos x is ഇന്റഗ്രൽ 0 to 2 pi x into cos x. ഇവിടെ f of x into g of x. ഇവിടെ f of x ന്റെ സ്ഥാനത്ത് x ഉം g of x ന്റെ സ്ഥാനത്ത് cos x ഉം. Then x cos x is equal to integral 0 to 2 pi x cos x dx. x cos x dx ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ രീതിയിൽ ഇന്റഗ്രേഷൻ ചെയ്യുക, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇന്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടും. നിങ്ങൾക്ക് അറിയാലോ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇവിടെ എടുത്തേക്കുന്ന ഇന്റഗ്രൽ a to b u v ഡാഷ് എന്ന് എടുത്തു. ദെൻ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് വരും. ദെൻ അത് v തന്നെയായി. നിങ്ങളിപ്പം ഈ ഒരു ഇക്വേഷൻ തന്നെ ചെയ്യണമെന്നില്ല, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയല്ലോ. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇത് യുവും ഇത് വിയുമായിട്ട് എടുത്ത് ചെയ്താലും മതി. ഇവിടെ അവർ ചെയ്തേക്കുന്ന ഇത് യു എക്സ് ഇസിക്കൽ ടു യുവും കോസ് എക്സ് ഇസിക്കൽ ടു വി ഡാഷും എടുത്ത് ചെയ്തു പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. നിങ്ങൾ മറ്റേ രീതി ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു 0 കിട്ടും. ഇനി അടുത്തത് അപ്പം ഇനി നെക്സ്റ്റ് നോം. C of AB യിലെ വെക്റ്റർ കണ്ടുപിടിക്കാൻ അറിയാം, ഇന്റഗ്രൽ a to b f of x into g of x dx. ഇനി നോം. The norm of a vector in an inner product space is defined in terms of the inner product. For inner product given in previous example. അപ്പോൾ ഇതിൻ്റെ നോമും കൂടെ നോക്കാം. ഈ C of AB യിലെ നോം എന്ന് വെച്ചാൽ നോം f is equal to root of f, f ആണ്. ഓക്കെ, നോം f equal to root of f, f. ഇനി f, f എന്താ? ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എഫ് ഓഫ് എന്താ? എഫ് ഓഫ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to 2 pi ആണെങ്കിൽ ഇന്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അത് തൊട്ട് മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദ്യം കമ്പ്യൂട്ട് നോം എക്സ് ആൻഡ് നോം കോസ് എക്സ് ഇൻ 0 to 2 pi.
അപ്പം നോം എക്സ് എന്താ? നോം എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കോമ എക്സ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് കോമ എക്സിന് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 2π ഇൻറ്റു എക്സ് ഡോട്ട് എക്സ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇവിടെ എഫും ജിയും എക്സ് തന്നെ ആയതുകൊണ്ട് റൂട്ട് അതേപോലെ എഴുതി, ദെൻ എക്സ് കോമ എക്സിന് പകരം ഇന്റഗ്രൽ 0 to 2π എക്സ് ഡോട്ട് എക്സ് ഡി എക്സ്, that is root of integral 0 to 2π x square dx, then integrate ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ cos x. Norm cos x is root of cos x comma cos x, which is equal to root of integral 0 to 2π cos x into cos x, that is cos square x dx. Cos square x dx നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus cos 2x by 2, that is 1 by 2, that is root of integral 0 to 2π 1 by 2 dx plus 1 by integral 0 to 2π 1 by 2 into cos 2x dx. Integrate ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, ഇനി എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കുറച്ച് എക്സസൈസ് ഈ ഒരു 5 എക്സസൈസ് ചെയ്യുക. ഈ ആദ്യത്തെ 5 എക്സസൈസ് നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ഒരു സെറ്റിലെ 2 എലമെന്റ് എടുക്കുക, 2 എലമെന്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക. അതായത് ഇവിടെ എടുത്തേക്കുന്ന ഏതാ? എഫ് ഓഫ് 1 ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു 0യിലെ 2 എലമെന്റ് എടുക്കുക, ദെൻ എഫും ജിയും എടുക്കുക, അതിൻ്റെ കൂടെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുക, കെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ കെ ഇൻറ്റു എഫ് പ്ലസ് ജി ഈക്വൽ ടു അത് എവിടുത്തെ എലമെന്റ് ആണെന്ന് കിട്ടണം? ഈ സിയിലെ തന്നെ എലമെന്റ് ആണെന്ന് കിട്ടണം. അങ്ങനാണെങ്കിൽ അതെന്താന്ന് പറയാം? അത് വെക്ടർ സ്പേസ്, അത് സബ്സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് വേണം ഞാൻ പറഞ്ഞുതരാം. എഫ് ഓഫ് 1 ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ എഫുകളുടെ കളക്ഷൻ. എഫ് ഓഫ് 1 ഈക്വൽ ടു 0 ആകുന്ന എഫുകളുടെ കളക്ഷൻ ആണ് ഫസ്റ്റ് സെറ്റ്. അപ്പം ഇതിനകത്ത് ഈ സെറ്റിലെ 2 എലമെന്റ്, അപ്പം ഈ സെറ്റിലെ 2 എലമെന്റ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ എഫുകളും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കണം 1ൻ്റെത്. അതായത് ഇന്ന് 2 എലമെന്റ് എടുത്താൽ എഫും ജിയും 2 എലമെന്റ് ആണെന്ന് എടുത്തു. ഈ സെറ്റിലെ 2 എലമെന്റ് ആണ് എഫും ജിയും. ദെൻ സച്ച് ദാറ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു 0, ജി ഓഫ് 1 ഈക്വൽ ടു 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു സ്കെയിലാർ കെ എടുത്തു. ദെൻ വി ഹാവ് ടു പ്രൂവ് കെ എഫ് പ്ലസ് ജി ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഇതിനെ നമുക്കൊരു വി എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ബിലോങ്സ് ടു വി ആണെന്ന് എടുക്കാം. ബിലോങ്സ് ടു വി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളെടുത്തു ദെൻ കെ എഫ് പ്ലസ് ജി, ദാറ്റ് ഈസ് കെ ഇൻറ്റു എഫ് ഓഫ് 1 plus g of 1. K into f of 1 is 0. Then k into 0 plus g of 1 again 0, which is equal to 0. That is equal to 0. അപ്പം എന്ത് കിട്ടി? ഈക്വൽ ടു 0 കിട്ടി അല്ലേ? therefore നമുക്ക് എന്ത് പറയാം? therefore the set v equal to set of all f belongs to c of minus infinity such that f of 1 is equal to 0 is a സബ്സ്പേസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഈ 5 എണ്ണം ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓൾറെഡി നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.